ഹരി ഓം. ഇന്ന് എന്തിനെക്കുറിച്ചാണ് സ്വാമിജി പരാമർശിക്കാൻ പോകുന്നത്? ഉത്സവകാലത്ത് 4-ാം ദിവസം മുതൽ വൈകുന്നേരം വിളക്കിനെഴുന്നള്ളിക്കുമ്പോൾ നാദസ്വരത്തിൽ ആദ്യം വായിക്കുന്ന മല്ലാരി എന്ന ഗാനവിശേഷം തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ഉത്സവബലി എന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കൊടിയേറ്റ് ദിവസവും തിരുവഞ്ചനം കാരണം 4-ാം ദിവസവും വലിയ വിളക്കാറാട്ട് എന്നീ ദിവസങ്ങളിൽ ഒഴികെ ബാക്കി 4 ദിവസവും ഉത്സവബലി ഇപ്പോഴും നടക്കാറുണ്ട്. ഒരു ദിവസത്തെ ഉത്സവബലിക്ക് 36 പറ അരിയാണ് ഇവിടുത്തെ ഹവിസിന് വയ്ക്കുന്നത്. അത് വേറെ ഒരു ക്ഷേത്രത്തിനും ഇല്ല എന്നാണ് അറിവ്. ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പിന് 5 ഗാനം പഞ്ചാരി മേളം മാത്രമേ കൊട്ടാറുള്ളൂ. ഇവിടെ കരിമരുന്ന് പ്രയോഗം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. 15 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പിന് എല്ലാ ആനകൾക്കും സ്വർണ്ണ തലയെക്കെട്ട് ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷൊർണൂരിൽ നിന്നും കൊച്ചി വരെ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ ഫണ്ട് കുറവായിരുന്നു എന്ന് ഒരു പരാമർശം വന്നിട്ടുണ്ട്. അന്ന് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മഹാരാജാവ്, അന്ന് ഗവൺമെൻറ് ഉള്ള കാലമല്ല, മഹാരാജാവാണ് ഭരണം നടത്തിയിരുന്നത്. മഹാരാജാവിൻ്റെ കാലത്ത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ അമ്പലത്തിലുണ്ടായിരുന്ന 14 സ്വർണ്ണ തലയെക്കെട്ടുകൾ ലേലം ചെയ്തു സമാഹരിച്ച തുക കൊണ്ടാണ് ഈ റെയിൽവേ ലൈൻ പണി തീർത്തത് എന്നുള്ളത് തൃപ്പൂണിത്തുറക്കാർക്ക് അറിയാമെങ്കിലും പുറത്തുള്ളവർ പലരും അത് വേണ്ടതുപോലെ ധരിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല. അവർക്കത് അജ്ഞാതമാണ്. എന്നാൽ തൃപ്പൂണിത്തുറക്കാർക്ക് ഇത് അറിയുകയും ചെയ്യാം. 4-ാം ദിവസം വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പിന് തൃക്കേട്ട പുറപ്പാട് എന്നാണ് പറയുന്നത്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ഉത്സവത്തിന് വന്നപ്പോൾ ആനകളുടെ മുകളിൽ ചാടി കളിക്കുന്ന ഒരു ബാലകനായി ഭഗവാനെ കണ്ടു എന്നും അന്നു മുതൽ തൃക്കേട്ട ദിവസം വൈകുന്നേരം മുതൽ ഭഗവാന് കാണിക്ക സമർപ്പിക്കുന്ന ഒരു ചിട്ട തുടങ്ങിയെന്നുമാണ് ഇന്നും വിശ്വസിച്ചു പോരുന്നത്. രാത്രി വിളക്കിൽ തൃപ്പൂണിത്തുറയിൽ നാദസ്വരം പ്രദക്ഷിണം കഴിഞ്ഞാൽ മദ്ദളപ്പറ്റ്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് മേളം എന്നീ ക്രമങ്ങളിലാണ് നടന്നു പോരുന്നത്. കേളിക്ക് പകരം മദ്ദളപ്പറ്റ് പ്രയോഗിക്കുന്ന ചിട്ട ഒരു പക്ഷേ തൃപ്പൂണിത്തുറയിൽ മാത്രമേ കാണൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയല്ല. അടുത്ത കാലത്ത് ഉത്സവത്തിന് 51 പേർ നിരന്ന് പങ്കെടുത്ത മദ്ദളപ്പറ്റ് പോലും ഇവിടെ നടന്നിട്ടുണ്ട്. ഭൂനിയമം വരുന്നത് വരെ വളരെയധികം ഭൂസ്വത്തൊട്ടൊരു ക്ഷേത്രമായിരുന്നു ഇത്. അതിനാൽ ഇവിടെ ഉത്സവകാലത്ത് 8 ദിവസവും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് സദ്യ, വൈകുന്നേരം ഊണ് എന്നിവ നൽകിയിരുന്നു. ഉത്സവകാലത്ത് ഈ നാട്ടിൽ ഒരു വീട്ടിലും അടുപ്പ് പുകയാറില്ല എന്നതായിരുന്നു വാസ്തവം. ഇങ്ങനെ 3 നേരം ഭക്ഷണം നൽകാൻ വലിയ എട്ടുകെട്ടോടു കൂടിയ ഊട്ടുപുര ഇവിടെ ഉണ്ടായിരുന്നു. ഭഗവാന് ഭൂമി നഷ്ടമായതോടെ ഈ അന്നദാനവും തീരെ നിന്നുപോയി. ഒരു കാലത്തെ ക്ഷേത്രങ്ങളുടെ കൈവശത്തിലായിരുന്നു ഭൂമികൾ. നമ്മുടെ ജനായത്ത ഭരണം വരികയും വന്നവർ വേണ്ടതുപോലെ പ്രഗത്ഭരല്ലാതെ ആവുകയും ചെയ്ത കാലത്ത് അവർ ചില സ്വാർത്ഥ താല്പര്യം കൂടി മുൻനിർത്തി നിയമനിർമ്മാണം നടത്തി. ഇന്നും അത് നടന്നു പോരുന്നുണ്ട്. ക്ഷേത്രഭൂമികളും ഉടമകളുടെ കൈവശത്തിലുണ്ടായിരുന്ന ഭൂമികളും മിച്ചഭൂമിയായി പിടിച്ചെടുത്ത് ഏതെല്ലാമോ തരത്തിൽ ദുർവ്യയം തൊട്ടെല്ലാം ചെയ്തു എന്നൊരു പരാമർശം നടക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. രാജഭരണകാലത്ത് ഉത്സവത്തിന് വരുന്ന ഏതൊരു കലാകാരനും ദേവസ്വം ഓഫീസിൽ വന്ന് പേര് ചാർത്തി തൻ്റെ കല പ്രകടിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നിലധികം വേദികൾ ഒരേ സമയം ഓട്ടം തുള്ളലും കഥകളിയിലും ഇവിടെ അരങ്ങേറിയിരുന്നു. ഞാണിന്മൽക്കളി കൂടാതെ വാളേറ്, കുന്തേറ്, കോൽക്കളി, വില്ലടിച്ചാമ്പാട്ട്, പാടകം എന്നിവ സന്ധ്യക്കളികളായും ഉത്സവകാലത്ത് പല സംഘങ്ങളും നടത്തിയിരുന്നു.
കൂടാതെ പുലിവേഷം, കോടങ്കി. കോടങ്കി എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന കുറത്തിമാരെ പോലെ വേഷം കെട്ടി ഇവർക്ക് മനസ്സിലാകാവുന്ന ഭാവത്തിലും രൂപത്തിലും നടന്നിരുന്നു എന്നാണ് കോടങ്കി ശാസ്ത്രം എന്ന് ഒരു ഹസ്തരേഖാ ശാസ്ത്രം, ലക്ഷണശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. മയിൽവാഹന എന്ന ചില വേഷങ്ങൾ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പ് സമയത്ത് മതിലിക്കകത്ത് വന്നിരുന്നു. അതിൽ പുലിയും കോടങ്കിയും ഇപ്പോഴും തുടരുന്നുണ്ട്. പുലിവേഷം തൃശ്ശൂരിൽ വളരെ വിശദമായ രീതിയിൽ പുലിക്കളി തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും നടക്കുന്നുണ്ട്. അതുപോലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്നുണ്ട്. പെരുമ്പടപ്പ് രാജവംശം മട്ടാഞ്ചേരിയിലേക്ക് ക്രിസ്തുവർഷം 1325 മാറിയതിനു ശേഷം കൊച്ചി രാജവംശം എന്ന പേരിൽ അറിഞ്ഞു തുടങ്ങി. 1800 തൃപ്പൂണിത്തുറയിലേക്ക് മാറിയ കൊച്ചി രാജവംശം തങ്ങളുടെ പരദേവതയായി ഉപാസിച്ചു തുടങ്ങിയ പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിന് പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. അക്കാലത്ത് വളരെയധികം വികസനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുകയുണ്ടായി. ആനപ്പന്തലും ഊട്ടുപുരയും തട്ടുമാളികയും മറ്റും ഇതിൽപ്പെടുന്നതാണ്. ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം. കൊച്ചി രാജകുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ച് വല്ലായ്മ കഴിഞ്ഞ് പുണ്യാഹം കഴിഞ്ഞാൽ ഒരു ദിവസം കുടുംബത്തിൻ്റെ നാലുകെട്ടിൽ ക്ഷേത്രത്തിലെ തന്ത്രി വന്ന് പൂർണ്ണത്രയീശൻ്റെ ഒരു പൂജ നടത്തും. പൂജയ്ക്ക് ശേഷം കുട്ടിയുടെ അമ്മ കുട്ടിയെ ഒരു തൂശനിലയിൽ ഭഗവാന് സമർപ്പിക്കുകയും അടിമ കിടത്തുക എന്നാണ് അതിന് പറയാം. ഭഗവാന്റെ പ്രതിനിധിയായി വലിയ മൂത്തത് കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം കുട്ടിയെ വളർത്തുവാനായി അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് അടിമകിടത്തൽ. അതിനുശേഷം ആ കുട്ടി ഭഗവാന്റെ അടിമയായിട്ടാണ് വളരുന്നത്. കൊല്ലത്തിൽ 2 തവണ എല്ലാ കുടുംബാംഗങ്ങളും ഭഗവാന് അടിമപ്പുത്തൻ സമർപ്പിക്കുന്ന ഒരു ചടങ്ങും ഉണ്ട്. വലിയ ഉത്സവകാലത്ത് വലിയ വിളക്ക് ദിവസവും കുംഭത്തിൽ ഉത്തരം ദിവസവും സോപാനപ്പടിയിൽ വെച്ച് വെള്ളിക്കുടത്തിലാണ് അടിമപ്പുത്തൻ സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒരു ഊരാമയായിരുന്ന വാളുംതുരുത്തി ഭട്ടതയുടെ കുടുംബം അന്യം നിന്നു. അത് കൊച്ചി രാജകുടുംബത്തിൽ ലയിച്ചതിനാൽ രാജകുടുംബത്തിന് ക്ഷേത്രത്തിലെ ഊരായ്മ സ്ഥാനം കൂടിയുണ്ട് എന്നത് പലർക്കും അറിയില്ല. അങ്ങനൊരു സംഭവമുണ്ട്. അവർ ഇല്ലാതെയായപ്പോൾ ഉള്ളത് മുഴുവൻ ഇവരിൽ ലയിച്ചു. അതാണ്. സോപാനത്തിൽ കയറി ഇന്ന് തൊഴാനുള്ള അവകാശം തമ്പുരാക്കന്മാർക്കുണ്ട്. തട്ടുമാളിക ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. രാജകുടുംബാംഗങ്ങൾക്ക് ഉത്സവം കാണാനുള്ള തെക്കുവശത്തെ തട്ടുമാളിക കൂടാതെ പടിഞ്ഞാറെ തട്ട് എന്ന് പറയുന്ന മഹാരാജാവിന് വേണ്ടിയുള്ള ഒരു തട്ടും വലിയ തമ്പുരാൻ്റെ തട്ട് ഇപ്പോഴും ഉണ്ട്. പച്ചാരിമേളം 5 കാലം കൊട്ടിത്തീർന്നാൽ വഹ കൊട്ടുന്നത് മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. അവിടെ നന്നായി പ്രകടനം നടത്തുന്ന മേളക്കാർക്ക് മഹാരാജാവ് സമ്മാനങ്ങളും നൽകിയിരുന്നു. വൃശ്ചിക ഉത്സവകാലത്ത് മേളം നടക്കുമ്പോൾ എഴുന്നള്ളിച്ച് ആനയുടെ മുകളിലുള്ള കുട മാറ്റുന്ന ഒരു ചിട്ട തൃപ്പൂണിത്തുറയിൽ മാത്രമുള്ളതാണ്. മഹാരാജാവ് ഇരിക്കുന്ന തട്ടിൻ്റെ സമീപം എത്തുമ്പോൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ കുടകൾ വേണമെന്ന് നിഷ്കർഷയുണ്ട്. വലിയ ഉത്സവത്തിന് 4ാം നാൾ നടക്കുന്ന തൃക്കേട്ട പുറപ്പാടിന് ആദ്യമായി കാണിക്കിടുന്നത് മഹാരാജാവായിരുന്നു. രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷനാണ് ഇന്ന് ഇത് നടത്തിപ്പോരുന്നത്. മഹാരാജാവ് സ്വർണ്ണക്കുടത്തിൽ കാണിക്കിടുമ്പോൾ എഴുന്നള്ളിച്ച ആനയ്ക്ക് സ്വർണ്ണ തലയെക്കെട്ട്, സ്വർണ്ണക്കോലം, സ്വർണ്ണക്കുടം, കുട എന്നിവ നിർബന്ധമാണ്. ക്ഷേത്രത്തിന് തൊട്ട് തെക്കുവശമായുള്ള കൊച്ചി രാജകുടുംബത്തിൻ്റെ തേവാരം നടക്കുന്ന അമ്മത്തമ്പുരാൻ കോവിലകത്തേക്കാണ് പറ ഉത്സവകാലത്ത് ആദ്യത്തെ എഴുന്നള്ളിപ്പ്. ആദ്യമായി പറ നിറയ്ക്കുന്ന രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ പ്രജയായ വലിയമ്മ തമ്പുരാനാണ്. അപ്പോഴും ഈ ഭഗവാന് സ്വർണ്ണക്കോലം, സ്വർണ്ണ തലയെക്കെട്ട്, സ്വർണ്ണക്കുട എന്നിവ വേണമെന്ന് നിർബന്ധമാണ്. കൊല്ലവർഷം 1096 തുലാമാസം 5-ാം തീയതി രാത്രി ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ശ്രീകോവിലും ചുറ്റമ്പലവും നടപ്പുരയും കിഴക്കേ ഗോപുരവും ആനപ്പന്തലിൻ്റെ ഒരു ഭാഗവും കത്തി നശിച്ചു. അന്ന് ക്ഷേത്രത്തിലെ ചില വിഗ്രഹങ്ങളായ തിടമ്പും ഭൂലക്ഷ്മി സമേതനായ വിഷ്ണുവിൻ്റെ വിഗ്രഹവും ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം 200 മീറ്റർ ദൂരത്തിലുള്ള മഹാരാജാവിൻ്റെ ക്ഷേത്രമായ പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ച് 3 ദിവസം പൂജിക്കുകയും ചെയ്തു. അഗ്നി കെട്ടടങ്ങിയ ശേഷം തുലാം 9-ാം തീയതി ഈ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചത്. അതിൻ്റെ സ്മരണാർത്ഥം
തുലാം 9-ാം തീയതി ഒരു ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. അത് ഇന്നും നടന്നു പോരുന്ന ഒരു പ്രക്രിയയാണ്. എറണാകുളം ജില്ലയിൽ പൂർണ്ണത്രയീശ തൃപ്പൂണിത്തറയിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതികളുമാണ് നമ്മൾ വിവരിച്ചത്. ഈ പറഞ്ഞതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കുക. കാരണം നമുക്ക് അകത്ത് തെളിഞ്ഞതും പല രീതിയിൽ കാലങ്ങളായിട്ട് സംഭരിച്ചതുമായ കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തിവിശ്വാസത്തിൽ അധിഷ്ഠിതമായി പറയുമ്പോൾ ചില പാകപ്പിഴകൾ വന്നേക്കാം, അത്രയേ ഉള്ളൂ. ഏതായാലും പൂർണ്ണത്രയീശൻ്റെ പൂർണ്ണ അനുഗ്രഹം കേൾക്കുന്നവർക്കും നമുക്കും കൂടെ നിന്ന് ഇതിന് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പൂർണ്ണത്രയീശനോട് പ്രാർത്ഥിക്കുന്നു. സർവർക്കും ഈശ്വരാനുഗ്രഹം അനുഭവയോഗ്യമാകട്ടെ എന്നുകൂടി ഇത്തരത്തിൽ നാം പൂർണ്ണത്രയീശനോട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.